അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഫ്രം കർവ്ഡ് സർഫേസ് ആണ്. ഓക്കെ, സോ സമയം കളയുന്നില്ല, ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് 2 times magnified virtual image produced by a curved mirror is 15 centimeter. അങ്ങനെയാണെങ്കിൽ the focal length of the mirror must be എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒന്നാമത്തെ ലൈൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റും ആൻഡ് ഇറ്റ്സ് 2 times മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ്, അതായത് ഒബ്ജക്റ്റിനേക്കാളും 2 times മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 15 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ കർവ്ഡ് സർഫേസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ബേസിക് ആയിട്ട് റിഫ്ലക്ഷൻ ഫ്രം ദ കർവ്ഡ് സർഫേസ്, അതായത് കോൺകേവ് സർഫേസും കോൺവെക്സ് സർഫേസും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിറർ വെർച്വലും അതുപോലെ തന്നെ എൻലാർജറുമായിട്ട് വരുന്ന. ഐ റിപ്പീറ്റ്, ഇമേജ് എന്ന് പറയുന്നത് ഐ തിങ്ക് മിറർ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഇമേജ് വെർച്വലും അതുപോലെ തന്നെ എൻലാർജ്ഡുമായിട്ട് വരുന്ന കേസിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എഫിൻ്റെ അകത്തായിട്ട് വരും, ആണല്ലോ. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആയിരിക്കും വരുന്നത്. സോ ഇനി അവിടെ തന്നെ നമ്മൾക്കറിയാം അങ്ങനെ വരുന്നത് ഏത് കേസിലാണ്, ഏത് മിററിൻ്റെ കേസിലാണ് നമുക്ക് അങ്ങനെ വരുന്നത്? അത് വരുന്നത് മറ്റൊന്നിൻ്റെ അല്ല, കോൺകേവ് മിററിൻ്റെ കേസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു കേസ് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു റേ ഡയഗ്രം ഇവിടെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഫൈൻ. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓൾ റൈറ്റ്, സോ sorry, so here this is the reflecting surface. Reflecting surface നമ്മൾ എടുക്കുന്നു. ഓക്കെ, now നമ്മളോട് പറഞ്ഞിരിക്കുന്നത് like let this be the object and let this be the image ആണല്ലോ. ഇത് മാഗ്നിഫൈഡ് ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? 15 സെൻറ്റിമീറ്റർ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. അതിൽ ഇത്രയും ഭാഗം യു ആയിട്ട് വരുമ്പോൾ ഇത്രയും ഭാഗം എന്തായിട്ട് വരും? വി ആയിട്ട് വരും. സോ ഇതിനകത്തും നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എന്ത്? യു പ്ലസ്, അല്ലേ മക്കളെ, യു പ്ലസ് വി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 15 എന്നെഴുതാം, ആണല്ലോ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും 2 times, അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 2 times വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എം ഈസ് ഈക്വൽ ടു, ഓക്കെ, എന്ത് വരും മക്കളെ? വി ബൈ യു എന്ന് എഴുതാൻ പറ്റും. സോ എം എന്ന് പറയുന്നത് 2 ആണ്. സോ വി ഈസ് ഈക്വൽ ടു എന്തായി? 2 times യു എന്ന് വരും. ആ ഒരു ഭാഗം നമ്മൾ ഇവിടോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ ഇവിടോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? വിക്ക് പകരം 2u എന്ന് കൊടുക്കാമല്ലോ. സോ യു പ്ലസ് 2u ഈക്വൽ ടു എന്തായി? 15 ആയി. സോ ഇവിടെ നമ്മൾക്ക് യു ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും മക്കളെ? യു എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും നമുക്ക്? യു ഈസ് ഈക്വൽ ടു 5 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾക്കറിയാവുന്ന മിറർ ഫോർമുലയിലോട്ട് പോവുക. എന്താണ് മിറർ ഫോർമുല പറയുന്നത്? 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. ഇവിടെ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. ഇനി വിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? v ഈസ് ഈക്വൽ ടു 2 times u. സോ 1 divided by 2 times u. ഓക്കെ, പ്ലസ് 1 divided by u എന്ന് പറയുന്നത് എന്താണ്? u നെഗറ്റീവ് ആണ്. സോ മൈനസ് ഓഫ് u എന്ന് നമ്മൾ എഴുതും, ഈക്വൽസ് ടു
1/f എന്ന് വന്നു. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് യുവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 5 ആണ്. സോ ഹിയർ ദിസ് ഈസ് 1/10 അല്ലേ, മൈനസ് 1/5 ഈക്വൽസ് ടു എന്തായി? 1/f എന്നായി. സോ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായി കുഞ്ഞ്? ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/10 മൈനസ് 2/10 ഈക്വൽ ടു എന്തായി? 1/f എന്ന് വന്നല്ലോ. സോ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 1/10 ഈക്വൽ ടു 1/f എന്ന് വന്നു, അല്ലെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്ത് വന്നു? -10 എന്ന് കിട്ടി.